Hello friends, welcome to fourth day of solo ride. മൂന്നാമത്തെ ദിവസം നമ്മൾ മൂകാംബിയിലെത്തി. ഇപ്പോൾ നാലാമത്തെ ദിവസം നമ്മുടെ രഥോത്സവമാണ്. ഇപ്പോൾ രഥോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ രഥം അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് വലിക്കുന്ന ഒരേ ഒരു ദിവസമുള്ളൂ ഒരു വർഷത്തിൽ. അത് മെയിൻ ഫെസ്റ്റിവലിൻ്റെ അന്നാണ് രഥോത്സവം വരുന്നത്. രഥോത്സവം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഉത്സവം കൂടി ഇറങ്ങും. ഒരുപാട് ജനങ്ങളാണ്, 10,000-കണക്കിന് ജനങ്ങളാണ് ഈ രഥോത്സവം പങ്കെടുക്കാനും കാണാനും കൂടിയിരിക്കുന്നത്. ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു. രാവിലെ ഒന്ന് രഥം വലിക്കും, ഒരു 11:30-12 ആകും. പിന്നെ വൈകുന്നേരം ആണ് ഫുള്ളായിട്ട് വലിക്കുന്നത്. അപ്പോൾ ഒരു 6:00 ഫംഗ്ഷനൊക്കെ തീരും. 7-7:15 ചെക്കൗട്ട് ചെയ്ത് നേരെ നാട്ടിലോട്ട് വണ്ടി എടുത്തു. അപ്പോൾ മൂകാംബിയുടെ കവാടമാണ്. ഇവിടെ വെച്ച് നമ്മൾ കൊല്ലൂരിന് യാത്ര പറഞ്ഞു. പിന്നെ ഏകദേശം ഒരു 10-38 കിലോമീറ്റർ ഉണ്ട് കുന്താപുര ഹൈവേയിലെത്താൻ വേണ്ടി. വഴികൾ സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. പോയൊരു ഉദ്ദേശം വെച്ചും ഇടയ്ക്ക് പോകുന്ന വണ്ടികളുടെ ലൈറ്റ് അതിന് നമുക്ക് ആകെ ഒരു വഴി കാട്ടിയായിട്ടുള്ളൂ. അപ്പോൾ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ കൂടുതലെടുത്തും മംഗലാപുരം വരെ 6 ട്രാക്കാണ്, സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ വെളിച്ചം കണ്ടൊരു സ്ഥലം. ഇന്ധനം നിറച്ചു. അത് നേരെ ഇപ്പോൾ ഹൈവേയിലോട്ട് കയറി. നാട്ടിലോട്ട് ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. 500 കിലോമീറ്റർ രാത്രി ഓടിച്ച് വരാൻ സാധ്യത കുറവാണ്. NH പണി നടക്കണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എവിടെയാണ് ഉറക്കം പിന്നെ അവിടെ റൂം എടുക്കാമെന്ന ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉടുപ്പിലോട്ടുള്ള യാത്രയിലാണിപ്പോൾ. ഈ റോഡുകളെല്ലാം തന്നെ അവർ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. കുഴികൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഉടുപ്പി എത്തിയപ്പോഴേക്കും ക്ഷീണം. അതിൽ ഉടുപ്പിൽ തന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മംഗലാപുരം പിന്നെയുണ്ട് 55 കിലോമീറ്റർ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ റൂം എടുത്തിരുന്നു. വീക്ക് തന്നെ ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. രാവിലെ ചെക്കൗട്ട് ചെയ്തു. നേരെ സർവീസ് റോഡ് വഴി നേരെ വീണ്ടും NH കയറുകയാണ്. ഉടുപ്പി നഗരത്തോട് യാത്ര പറഞ്ഞു. രാവിലെ ആയതുകൊണ്ട് അധികം പേരൊന്നും ഇല്ല റൂട്ടിൽ. സ്കൂൾ കുട്ടികളും ബസ്സും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. കൂടുതലും സ്കൂൾ ബസ്സെല്ലാം, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും കോളേജ് ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ സുരത്കൽ കഴിഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ പ്രതിക്കുമ്പോൾ എല്ലാം കണ്ടപ്പോൾ ആലോചിച്ച് ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ആണൊരു ചെറുതായിട്ട് വീഡിയോ കവർ ചെയ്തു. വണ്ടികളും വളരെ കുറവ് ഉള്ളൂ ഈ സമയത്ത്. ഒരു 7 മണി അടുത്തായിട്ടുണ്ട്. ഇത് ഉച്ചരിയിലുള്ള ഒരു മഹാജന സംഘത്തിൻ്റെ ഒരു അമ്പലമാണ്. ശ്രീകൃഷ്ണന് അവിടെ ആരാധനയുണ്ട്. അധികം പഴക്കമില്ലാത്ത അമ്പലമാണ്, പുതിയ അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് പുറമേ നിന്ന് ഒരു വീഡിയോ എടുത്തു. ഇത് മംഗലാപുരത്ത് ഉടുപ്പിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് എല്ലാം റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ അവിടെ കൂടുതലും വൈകുന്നേരമൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വിജയദശമി സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ആദരവ് ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിന് അഭിമാനമല്ലേ. ഇത് ബാംഗ്ലൂർ പോർട്രസ്റ്റാണ്. അതിൻ്റെ മുമ്പിൽ ചെറുതായിട്ട് വണ്ടി നിർത്തി വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്യണം. ബാംഗ്ലൂർ സിറ്റി ആണ് നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂരിനെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന സിറ്റിയിൽ കയറാണ്ട് തന്നെ പോവാം. അപ്പോൾ ഒരു 4-5 ദിവസത്തിന് ശേഷം നമ്മുടെ സ്വന്തം കേരളത്തിലോട്ട് കയറി. ഇപ്പോൾ NH പണി കുറേ ഏരിയയിലൊക്കെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് പാലങ്ങളും നല്ല ഒട്ടും കുഴിയില്ലാത്ത നല്ല വീതി ഉള്ള 6 ട്രാക്ക് റോഡുകൾ നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കാസർഗോഡ് ടൗണിൽ നമുക്ക് കയറുന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ ലെഫ്റ്റിലോട്ട് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 1000 വർഷം പഴക്കമുള്ള മധുർ ക്ഷേത്രമുണ്ട്. ഈ മധുർ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ ഒരു 200 വർഷം മുമ്പ് ടിപ്പുവിൻ്റെ പടയോട്ടം ഉണ്ടാവുകയും കുറേ അമ്പലത്തെ സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത്. അന്നത്തെ കാലഘട്ടം അങ്ങനെയല്ലോ. ഇപ്പോൾ അവിടെ ഈ ലോകനാർക്കാവും ഈ ഒരു ബെൽറ്റിലെ കുറേ അമ്പലങ്ങൾ, പുരാതന അമ്പലങ്ങൾ റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഇവിടെ റിനോവേഷൻ നടക്കാറുണ്ട്. ഹൈവേയിൽ വന്നു കാസർഗോഡിൻ്റെ ഇവിടെ ഓവർപ്പിച്ച് പണിയാണ്. ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം വീണ്ടും വരുന്നത്.